ഇന്ന് വയനാട്ടിലുള്ളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കോട്ടക്കൽ പരാഗിലേക്ക് പോയത്. എൻ്റെ കൂടെ എൻ്റെ മോളും പിന്നെ എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞാൻ അധികം ചെമ്മാട്ടിലെ പരാഗിലേക്കാണ് പോകല്. പക്ഷേ ഇന്ന് ഞാൻ കോട്ടക്കലെ പരാഗിലേക്ക് വരാൻ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോകുന്നത്. അതുകൊണ്ട് ഞാൻ കോട്ടക്കലെ പരാഗിലേക്കായിരുന്നു ഇന്ന് പോയത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഞാൻ അധികം വരലില്ല. ക്ലോത്തുകൾ ഒരുപാട് കണ്ടതിന് ശേഷം പിന്നെ കസ്റ്റമർ റെഫറൻസ് ബുക്ക് തന്ന ഈ പിക്ചറിനനുസരിച്ച് ഞങ്ങൾ ക്ലോത്ത് നോക്കിയിട്ട് അതിൽ ഒരുപാട് ഷെയ്ഡുകളുള്ള ഈ ക്ലോത്തുകളാണ് ഞങ്ങൾ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തത്. ഇത് ടോയ്ലറ്റിൽ ബീഡ്സും സീക്വൻസും മുത്തൊക്കെ പിടിപ്പിച്ച് ഹാൻഡ് വർക്ക് വരുന്നൊരു ക്ലോത്തായിരുന്നു. കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് റിപ്ലൈ തരാൻ നേരം വൈകിയപ്പോൾ ആ ടൈമിൽ മിറർ കാണുന്ന ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ അവിടുത്തെ ക്ലോത്തിൻ്റെ ഒക്കെ എടുത്ത്, കാരണം ഇനി കസ്റ്റമർ ചോദിക്കുമ്പോൾ അവിടേക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെ കസ്റ്റമർ ഇപ്പോൾ സെലക്ട് ചെയ്തത് ഈ പീച്ച് കളറിലൊരു ഷെയ്ഡായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് വാങ്ങി, അതിൻ്റെ പ്ലെയിനും കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന് കൂടെ ബാഗ് ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരേ വട്ടത്തിലുള്ള 2 ക്ലോത്ത് എടുത്തിട്ട് 6 ഇഞ്ച് വലുപ്പത്തിൽ സിബ് എടുത്തിട്ട് അതിന് 2 സൈഡിലും ക്ലോത്ത് പിടിപ്പിച്ച് കൊടുത്ത് സിബ് പിടിപ്പിച്ച് ഈ ഒരു ഭാഗം 2.5 ഇഞ്ച് വീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ വീതിയിൽ ബാക്കിയുള്ള വട്ടത്തിലുള്ള ഭാഗത്തിനും കൂടി ക്ലോത്ത് വെട്ടിയെടുത്തിട്ട് സിബിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ബാഗിൻ്റെ വട്ടത്തിലുള്ള ഭാഗത്തിന് കറക്റ്റാക്കിയിട്ട് വേണം ക്ലോത്ത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ഭാഗത്തും നമ്മൾ 2 തട്ട് ലൈനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടോ നമ്മളിത് കട്ടി കിട്ടുന്ന രൂപത്തിൽ വേണം ചെയ്യാൻ. ഞാനിത് ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ക്യാൻവാസിൻ്റെ ചെറിയ കനമില്ലാത്ത ക്യാൻവാസ് വെച്ചുകൊണ്ട് ഞാൻ കട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ടിൻ്റെ മേലെ ഈ 2.5 ഇഞ്ച് ക്ലോത്ത് നമ്മൾ ചുറ്റുവട്ടം അടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുകൾ ഭാഗം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിബ് തുറന്നിട്ടിട്ട് അത് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ക്ലോത്ത് പ്ലീറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പ്ലീറ്റ് ഇട്ട എല്ലാ ക്ലോത്തും ഞാൻ ഫ്ലവർ രൂപത്തിലാക്കിയിട്ട് ബാഗിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബേബിക്കുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് 2 ബാഗായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ബാക്കിൽ അഡ്ജസ്റ്റിംഗ് ത്രെഡും പിന്നെ സ്ലീവിന് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാഗ് 2 വലുപ്പത്തിലായിരുന്നു ചെയ്തിട്ടുള്ളത്, കാരണം 3 വയസ്സായി 7 വയസ്സായ കുട്ടികളായിരുന്നു. പിന്നെ 2 ഹെയർ ക്ലിപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോമിൻ്റെ ഡ്രസ്സിന് ഞങ്ങൾ റെഡിമെയ്ഡായിരുന്നു ചൂസ് ചെയ്തത്, കാരണം ഹാൻഡ് വർക്ക് ചെയ്യാൻ ടൈം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞ അതേ കളറിലുള്ള റെഡിമെയ്ഡ് ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ബേബീൻ്റെ ബർത്ത്ഡേക്ക് മോമിനും പിന്നെ 2 ബേബിക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന രൂപത്തിലായിരുന്നു കസ്റ്റമർ ഇത് ചെയ്യിപ്പിച്ചത്. ഇനി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാം.